2021 കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമാണ് ഇന്ന് ഫോട്ടൻഡോക്സ് റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അന്ന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മാച്ചായിരുന്നു അത്. 28 വർഷങ്ങൾക്ക് ശേഷം അർജൻറ്റീന അവരുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കുമോ, അതോ ബ്രസീൽ അവരുടെ ഫുട്ബോളിൻ്റെ തറവാടായ മാരക്കാനയിൽ വെച്ച് അവരുടെ അഭിമാന പോരാട്ടത്തിൽ കിരീടം നിലനിർത്തുമോ എന്നറിയാൻ ലോകം മുഴുവനും കാത്തിരിക്കുകയായിരുന്നു. ഒരു വശത്ത് വല കാക്കുന്നത് എഡേഴ്സൺ മോറസ് ആണെങ്കിൽ മറുവശത്ത് എമിലിയാനോ മാർട്ടിനസ് ആണ്. മുന്നേറ്റം നയിക്കുന്നത് ബ്രസീലിന് വേണ്ടി നെയ്മർ ആണെങ്കിൽ മറുവശത്ത് അർജന്റീനയ്ക്ക് വേണ്ടി സാക്ഷാൽ ലിയണൽ ആൻഡ്രസ് മെസ്സിയാണ്. രണ്ട് ടീമിൻ്റെയും എല്ലാ പൊസിഷനിലും കൊണ്ടും കൊടുത്തും ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി കെൽപ്പുള്ള ആ ഒരു മെൻറ്റാലിറ്റിയുള്ള താരങ്ങളായിരുന്നു അന്നത്തെ മത്സരത്തിൽ ബൂട്ട് കിട്ടിയിരുന്നത്. എല്ലാത്തിനുമപ്പുറം ഫുട്ബോൾ ലോകത്ത് എക്കാലത്തും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു റൈവലറി ആയ സൂപ്പർ ക്ലാസിക്കോ മാച്ചാണ് അന്ന് മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. രണ്ട് ടീമിൻ്റെയും പരിശീലകരെ കുറിച്ച് ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല. തകർന്നു പോയി എന്ന നിലയിൽ നിന്ന് രണ്ട് ടീമിനെയും ഉയർത്തിക്കൊണ്ടുവന്ന രണ്ട് ടാക്ടിക്കൽ മാന്ത്രികന്മാരാണ് അവർ. ഒരു വശത്ത് ബ്രസീലിന് ടിറ്റയുടെ കീഴിലായിരുന്നു അവർ തൊട്ടു മുമ്പത്തെ കോപ്പ അമേരിക്ക കിരീടം വരെ നേടിയത്. സ്കലോണിയുടെ കീഴിലാണെങ്കിൽ 2019 കോപ്പ അമേരിക്കയിൽ അവർ ബ്രസീലിനോട് തോറ്റു പുറത്താവുകയായിരുന്നു. അന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറും ഇല്ലാത്ത ടീമെന്ന് വിമർശനം കേട്ടെടുത്ത് നിന്നും പിന്നീട് അങ്ങോട്ട് അൺബിലീവബിളായ അൺബീറ്റൻ റണ്ണിലൂടെയായിരുന്നു സ്കലോണിയും ടീമും വിമർശകർക്ക് മറുപടി നൽകുന്നത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന മത്സരം, ആ മത്സരം നിയന്ത്രിക്കുന്നത് ഉറുഗ്വായക്കാരനായ എസ്റ്റബാൻ എന്ന റഫറി ആയിരുന്നു. മത്സരത്തിന് കിക്ക് ഓഫ് ഇടുന്നത് അന്ന് എവർട്ടൻ്റെ മികച്ച ഗോൾ വേട്ടക്കാരനായ റിച്ചാർലിസൺ എന്ന ബ്രസീലിൻ്റെ യങ് പ്ലെയർ ആണ്. റിച്ചാർലിസന്റെ കിക്കോടെ മത്സരം ആരംഭിച്ച് ഏകദേശം മിനിറ്റുകളാവുമ്പോഴേക്കും തന്നിലേക്ക് വന്ന പന്തിനെ സുന്ദരമായി ഫേക്ക് ചെയ്തുകൊണ്ട് റിച്ചാർലിസൺ പന്ത് പെക്വറ്റയ്ക്ക് കൈമാറുന്നു. പെക്വറ്റയിൽ നിന്ന് അദ്ദേഹം പന്ത് തിരിച്ചു വാങ്ങി മുന്നേറാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിക്കോളാസ് ഒറ്റമണ്ടി എന്ന ഡിഫൻഡർ വളരെ റഫായൊരു മൂവ്മെൻറ്റിലൂടെ തന്നെ അവിടെ അദ്ദേഹത്തിന് തടയിടുകയാണ്. മത്സരത്തിൻ്റെ 2ാം മിനിറ്റിൽ മൈതാനത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് വെച്ച് അവിടെ മോണ്ടിയലിനെ ബ്രസീലിൻ്റെ 8ാം നമ്പർ മിഡ്ഫീൽഡർ ഫ്രെഡ് ഫൗൾ ചെയ്യുകയാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറായ ഫ്രെഡ് അന്ന് 2ാം മിനിറ്റിൽ തന്നെ അവിടെ മഞ്ഞ കാർഡ് വാങ്ങുകയാണ്. ബ്രസീൽ നിരയിലെ ഏറ്റവും മികച്ച താരമായ നെയ്മർ ജൂനിയർ തൻ്റെ കാലിൽ ഒളിപ്പിച്ച മാന്ത്രികത കൊണ്ട് ജിയോവാനി ലോ സെൽസോയെ ഒരു നിമിഷം നിഷ്പ്രഭനാക്കുന്ന കാഴ്ചയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ബ്രസീൽ നിരയിലെ കരുത്തനായ ഡിഫൻഡറായ മാർക്കിഞ്ഞോസ് മുന്നോട്ട് വന്ന് ഒരു ലോങ് പാസ് ബോക്സിലേക്ക് നൽകുന്നു. ആ ലോങ് പാസ് സ്വീകരിക്കുന്ന റിച്ചാർലിസൺ അത് കൃത്യമായി നെയ്മറിന് ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഗോൾ അടിക്കാൻ നെയ്മർക്കൊരു അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ അർജന്റീൻ ഡിഫൻസ് ചാടി വീണുകൊണ്ട് അവിടെ ടീമിനെ രക്ഷപ്പെടുത്തുകയാണ്. വീണ്ടും ബ്രസീലിൻ്റെ ഫോർവേഡ്സിൻ്റെ ഒരു കമ്പൈൻഡ് എഫേർട്ട് അർജന്റീനയുടെ മിഡിൽ നിന്നും പന്തിനെ കൃത്യമായി പിടിച്ചെടുത്ത് ടീമിനെ ഒരു നിമിഷം വിറപ്പിച്ചുകൊണ്ട് അവരവിടെ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അവിടെ ലുക്കാസ് പക്വറ്റയ്ക്ക് കൃത്യമായൊരു പാസ് നൽകാനുള്ള ഇടവേള ഒരിക്കലും ഒറ്റമണ്ടി നൽകുന്നില്ല. എന്ത് ചെയ്തിട്ടായാലും പന്തിനെ ഡിഫൻസ് കടന്നു പോകാൻ അനുവദിക്കരുത് എന്ന ഒറ്റ മൈൻഡായിരുന്നു ഒറ്റമണ്ടി എന്ന അർജന്റീൻ പോരാളിക്കുണ്ടായിരുന്നത്. 21ാം മിനിറ്റിൽ മിഡ്ഫീൽഡറായ റോഡ്രിഗോ ഡീപ്പോൾ ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഷോക്കിംഗ് പാസ് ഏഞ്ചൽ ഡിമറിയയിലേക്ക് നൽകുന്നു. ഡിമറിയ തൻ്റെ ലെഫ്റ്റ് ലെഗ് കൊണ്ട് ആ പന്തിനെ കൺട്രോൾ ചെയ്ത് അവസാനം ഒരു തൂവൽ സ്പർശത്തിലൂടെ ആ പന്തിനെ ഗോൾ വലയിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ നാട്ടിൽ അർജന്റീന ആരാധകരെല്ലാം തിമിർത്താഘോഷിച്ച ഒരു നിമിഷമായിരുന്നു അത്. കാരണം സ്വപ്ന ഫൈനലിൻ്റെ 21ാം മിനിറ്റിൽ അവരുടെ സ്വന്തം മാലാഖിയിലൂടെ അർജന്റീന 1-0 എന്ന നിർണായകമായ ലീഡ് നേടുകയാണ്. മാത്രമല്ല 28 വർഷത്തെ അവരുടെ സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി അർജന്റീന അടുക്കുകയാണ്. ഹൗ ക്യാൻ വി ഡിസ്ക്രൈബ് ദാറ്റ് ഫൈനൽ ടച്ച് ഫ്രം ഡിമറിയ? അത്രയും മനോഹരമായ ഒരു ഫിനിഷിംഗ് ടച്ചാണ് ഡിമറിയ എന്ന എക്സ്പീരിയൻസ്ഡായ താരം അവിടെ തൻ്റെ ടീമിന് വേണ്ടി ഡെലിവർ ചെയ്യുന്നത്. ആൻഡ് ആ സെലിബ്രേഷനും കൂടെ ആവുമ്പോൾ അർജന്റീന ആരാധകരുടെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് അടിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. മത്സരം 25ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ അർജന്റീന 1 ബ്രസീൽ 0. പക്ഷേ ബ്രസീൽ പോലെ ഇത്രയും സ്ട്രോങ് ആയ ഒരു ടീമിനെതിരെ ഒരിക്കലും ഒരു ഗോളിൻ്റെ ലീഡ് മതിയാവില്ല എന്ന് ഏതൊരു അർജന്റീന ആരാധകനും അർജന്റീൻ താരത്തിനും അറിയാം. വീണ്ടും ഏഞ്ചൽ ഡി മറിയയുടെ മറ്റൊരു ഗോൾ ശ്രമം അത് ഡിഫൻസിൽ തട്ടിത്തെറിച്ച് വരുന്നു. ആൻഡ് ഒരു നിമിഷം അത് ആ ഗോൾ അവിടെ ലോട്ടാരെ നേടുമെന്ന് തോന്നിച്ചെങ്കിലും പക്ഷേ മാർക്കിഞ്ഞോസിൻ്റെ കൃത്യമായ ഇടപെടൽ അവിടെ ബ്രസീലിനെ രക്ഷിക്കുകയാണ്. മത്സരം വീണ്ടും ചൂട് പിടിക്കുന്ന രംഗങ്ങളാണ് മാരക്കാന
സ്റ്റേഡിയത്തിൽ നിന്നും നമ്മൾ കാണുന്നത്. ആ പന്ത് സെക്കൻഡുകൾ പിന്നിടുമ്പോഴേക്കും നെയ്മറിൻ്റെ ഒരു മുന്നേറ്റം അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് വരുന്നു. അവിടെ റൊമേരോയൊക്കെ നെയ്മർ മറികടക്കുന്നുണ്ടെങ്കിൽ പോലും അവസാനം നെയ്മറെ കീഴ്പ്പെടുത്തുന്നത് അവിടെ ലിയാൻഡ്രോ പാരഡസ് ആണ്. അതും ഒരു ഫൗളിലൂടെയാണ് അദ്ദേഹം കീഴ്പ്പെടുത്തുന്നത്. അതിൻ്റെ പേരിൽ 5-ാം നമ്പർ താരമായ പാരഡസ് അവിടെ മഞ്ഞ കാർഡും വാങ്ങുന്നുണ്ട്. എവർട്ടൺ സോറസ് എന്ന യങ് പ്ലെയറുടെ ഒരു അറ്റാക്കും അവിടെ പാഴായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് അങ്ങോട്ട് 2-3 തവണ ബ്രസീൽ നിരന്തരമായി അർജന്റീൻ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അർജന്റീനയുടെ ഡിഫൻസ്, സ്കലോണിയുടെ ഡിഫൻസ് അവിടെ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ബ്രസീലിന് ഗോൾ നേടാൻ കഴിയുന്നില്ല. മത്സരം ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തൻ്റെ ടീമിൻ്റെ മുന്നേറ്റത്തിലും ഡിഫൻസിലും എത്രത്തോളം ലയണൽ സ്കലോണി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഗ്രൗണ്ടിലെ പെർഫോമൻസിൽ നിന്നും വ്യക്തമായിരുന്നു. ആദ്യ പകുതിയിൽ ബ്രസീൽ പിന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും നെയ്മറുടെ കീഴിൽ അവരുടെ യങ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള മുന്നേറ്റ നിര അവർക്ക് വലിയ പ്രതീക്ഷ തന്നെ നൽകുന്നുണ്ട്. രണ്ടാം പകുതി ആരംഭിക്കുന്നത് അർജന്റീനയുടെ ടച്ചോട് കൂടിയാണ്. 49-ാം മിനിറ്റിൽ ലിയണൽ മെസ്സി റൈറ്റ് വിങ്ങിലൂടെ ഒരു മുന്നേറ്റവുമായി വരുന്നു. അദ്ദേഹം ബോക്സിനുള്ളിലുള്ള ഏഞ്ചൽ ഡിമരിയയിലേക്ക് പന്ത് വെച്ച് നൽകുന്നു. പക്ഷേ അവിടെ കൃത്യമായ ബ്ലോക്കാണ് ബ്രസീലിയൻ ഡിഫൻസിൽ നിന്നും വരുന്നത്. അവിടെ നിന്ന് തട്ടിത്തെറിച്ച് വന്ന പന്ത് പക്വറ്റ കളക്ട് ചെയ്തുകൊണ്ട് നെയ്മർക്ക് നൽകുന്നു. നെയ്മറും പക്വറ്റയും ചേർന്നിട്ട് അവിടെ ഒരു മികച്ച കൗണ്ടർ അറ്റാക്കാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ലൊസെൽസോ അവിടെ നെയ്മറെ ഫൗൾ ചെയ്തുകൊണ്ടാണ് അവിടെ മുന്നേറ്റത്തിന് തടയിടുന്നത്. അർജന്റീനിയൻ ഡിഫൻസ് നെയ്മറെ തടയിടുന്ന സമയത്തെല്ലാം മത്സരം കൂടുതൽ പരിക്കനാവുന്ന കാഴ്ചയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. 51-ാം മിനിറ്റിൽ പന്തുമായി ബോക്സിൽ കയറിയ റിച്ചാർലിസൺ അവിടെ പന്തിനെ ഗോൾ വലയിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്തപ്പോഴേക്കും റഫറി അവിടെ ഓഫ് സൈഡ് വിളിച്ചു. നമ്മുടെ നാട്ടിലുള്ള ആരാധകരെല്ലാം ആഘോഷിച്ച ഒരു സമയമായിരുന്നു. പക്ഷേ അവർക്ക് സെക്കൻഡുകൾക്ക് ശേഷം തന്നെ നിരാശരാവുന്ന ഒരവസ്ഥയാണ് വന്നത്. ഓരോ മിനിറ്റ് കഴിയുന്തോറും മത്സരം വീണ്ടും ആവേശകരമായി മാറുകയാണ്. 53-ാം മിനിറ്റിൽ റോഡ്രിഗോ ഡീപോളിനെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ഒരു സുന്ദരമായ ത്രൂ പാസ് റൈറ്റ് വിങ്ങിൽ ഒറ്റയ്ക്ക് നിന്നിരുന്ന റിച്ചാർലിസണിലേക്ക് നെയ്മർ നൽകുന്നു. റിച്ചാർലിസൺ തൻ്റെ ഫുൾ ഇൻറ്റൻസിറ്റിയിൽ അവിടെ ഗോൾ പോസ്റ്റിന് നേരെ ഷോട്ട് തീർക്കുന്നു. പക്ഷേ എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ അത് അവിടെ രക്ഷപ്പെടുത്തുകയാണ്. ഇത് സത്യത്തിൽ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. കാരണം അത്രയും ഓപ്പൺ ചാൻസ് ആണ് തൻ്റെ സുന്ദരമായ സേവിലൂടെ എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് വേണ്ടി രക്ഷപ്പെടുത്തുന്നത്. 2014 വേൾഡ് കപ്പിന് ശേഷം ഒരു വേൾഡ് ക്ലാസ് ഗോൾ കീപ്പറുടെ അസാന്നിധ്യം അർജന്റീൻ ടീമിൽ ഉണ്ടായിരുന്നു. പക്ഷേ എമിലിയാനോ മാർട്ടിനസ് വരുന്നതോടെയാണ് ഇന്ന് അർജന്റീൻ ടീമിൽ ആ ഒരു വിടവ് നികത്തപ്പെടുന്നത്. അർജന്റീൻ ആരാധകർക്ക് നിസ്സംശയം പറയാം, ഇന്ന് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ തന്നെ അവരുടെ ടീമിലുണ്ട് എന്നുള്ളത്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ബ്രസീൽ ടീം അവരുടെ ഫൈറ്റിംഗ് സ്പിരിറ്റിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല. പക്ഷേ അർജന്റീനയുടെ ഡിഫൻസ് അതെല്ലാം കൃത്യമായി തടഞ്ഞിടുകയാണ്. സ്കലോണി ടീമിൻ്റെ ചാർജ് എടുത്ത ശേഷം, ടീം ട്രാക്കിലേക്ക് എത്തിയ ശേഷം പിന്നീട് അർജന്റീനയുടെ ഡിഫൻസ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതിന് ഒരു വിവരണമൊന്നും ആരാധകർക്ക് ഒരിക്കലും നൽകേണ്ട ആവശ്യമില്ല. അർജന്റീനയുടെ റൈറ്റ് വിങ്ങിൽ നിന്നും ലോക ഫുട്ബോളിൻ്റെ ഇതിഹാസം ലിയണൽ മെസ്സി പന്തുമായി വരുന്നു. അദ്ദേഹം ആ പന്ത് ഗോയിഡോ റോഡ്രിഗസിലേക്ക് കൈമാറുന്നു. പക്ഷേ ഗോയിഡോക്ക് അവിടെ മികച്ചൊരു ഷോട്ട് ടീമിന് വേണ്ടി പുറത്തെടുക്കാൻ കഴിയുന്നില്ല. ലൂക്കാസ് പക്വറ്റ എന്ന ടാലന്റഡ് മിഡ്ഫീൽഡർ അർജന്റീൻ മിഡ്ഫീൽഡിൽ നിന്നും പന്ത് പിടിച്ചെടുത്ത് നെയ്മറിലേക്ക് എത്തിക്കുന്നു. നെയ്മർ പന്തുമായി റോഡ്രിഗോ ഡീപോളിനെ മറികടന്ന് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഡീപോൾ അദ്ദേഹത്തെ വലിച്ചിടുന്ന ഒരു രംഗമാണ് കാണുന്നത്. നെയ്മറെ തടയാൻ എപ്പോഴും ഫൗളിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് അർജന്റീൻ താരങ്ങളിൽ നിന്നും കാണുന്നത്. ആ ഫൗളിൻ്റെ പേരിൽ 7-ാം നമ്പർ താരമായ റോഡ്രിഗോ ഡീപോൾ ആദ്യ ഗോളിന് വേണ്ടി അസിസ്റ്റ് ഒരുക്കിയ ഡീപോൾ അവിടെ മഞ്ഞക്കാർഡ് വാങ്ങുകയാണ്. മത്സരം രണ്ടാം പകുതിയിലേക്ക് കടന്നു കഴിഞ്ഞു. ഏകദേശം 70 മിനിറ്റിനോടടുത്ത് കഴിഞ്ഞു. സ്റ്റിൽ അർജന്റീന ഒരു ഗോളിന് ലീഡ് ചെയ്യുകയാണ്. അവിടെ റോഡ്രിഗോ ഡീപോളിനെ റെനൻ ലോഡി ഫൗള് ചെയ്ത് വീഴ്ത്തുകയാണ്. ആ ഫൗളിന് 16-ാം നമ്പർ ലെഫ്റ്റ് ബാക്ക് ആയ റെനൻ ലോഡിക്കെതിരെ, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ താരം കൂടിയായ റെനൻ ലോഡിക്കെതിരെ റഫറി മഞ്ഞക്കാർഡ് ഉയർത്തുന്നു. ആൻഡ് എഗെയിൻ നെയ്മറിന്റെ ഒരു പാസ് ബ്രസീലിയൻ മുന്നേറ്റത്തെ തേടിയെത്തുന്നു. പക്ഷേ എഗെയിൻ റോക്ക് സോളിഡ് ഡിഫൻസ് ഫ്രം അർജന്റീന. അർജന്റീനിയൻ ഡിഫൻസ് ഒരു സ്ഥലത്ത് പാറ പോലെ ഉറച്ചു നിൽക്കുമ്പോൾ മറുവശത്ത് നെയ്മർ എടുക്കുന്ന എഫേർട്ട് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. പിന്നോട്ടിറങ്ങി പന്ത് റിസീവ് ചെയ്ത് നിരന്തരം മുന്നോട്ട് ത്രൂ പാസുകൾ നൽകുന്നു, ലോഫ്റ്റഡ് പാസുകൾ നൽകുന്നു. തന്നാൽ കഴിയുന്ന സമയത്തെല്ലാം മുന്നോട്ട് കയറി ഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം തൻ്റെ 100% കൊടുത്തുകൊണ്ടാണ് ആ മാച്ചിനെ സമീപിക്കുന്നത്. ലൂക്കാസ് പക്വറ്റ ടെഗ്ലിയാഫിക്കോക്കെതിരെയുള്ള ഫൗളിന് മഞ്ഞക്കാർഡ് വാങ്ങുന്നതോടെ കഴിഞ്ഞ 4 മിനിറ്റിനിടയിൽ റഫറി പുറത്തെടുക്കുന്ന 3ാമത്തെ യെല്ലോ കാർഡായി മാറുകയാണ്.
മാറുകയാണത്. നെയ്മർ ജസ്റ്റ് ഡൂയിങ് നെയ്മർ തിങ്സ്. നെയ്മർ തൻ്റെ കാലിലെ മാന്ത്രികത കൊണ്ട് വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ബട്ട് സ്റ്റിൽ ദേ കാൺ ഫൈൻഡ് ദെയർ ഈക്വലൈസർ. ലെഫ്റ്റ് വിങ്ങിലൂടെ ഒരു മുന്നേറ്റം വരുന്നു. പക്ഷേ അവിടെ ഗാബി ഗോൾ ഒരു പെനാൽറ്റി നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും റഫറി അത് നിരാകരിക്കുകയാണ്. ഗോയിഡോ റോഡ്രിഗസ് എന്ന അർജന്റീനിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അദ്ദേഹം കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർക്കുള്ള ലാലിഗയിലെ പുരസ്കാരം വാങ്ങിയ താരമായിരുന്നു. അദ്ദേഹം ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ അവിടെയും അതേ മികവ് തന്നെയാണ് പുറത്തെടുക്കുന്നത്. ഒരു കാലത്ത് അർജന്റീൻ താരങ്ങൾ ദേശീയ ടീമിൽ നിറമങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അക്കാലമൊക്കെ കഴിഞ്ഞു. എന്താണോ അവർ ക്ലബ് ഫുട്ബോളിൽ ഡെലിവറി ചെയ്യുന്നത് അതേപോലെ അല്ലെങ്കിൽ അതിലും ഒരു പടി മുകളിൽ ദേശീയ ടീമിൽ കളിക്കുന്ന കളിക്കാരായിട്ട് അർജന്റീൻ താരങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. കോപ്പ അമേരിക്കയുടെ സ്ക്വാഡിൽ സ്കലോണി ഒറ്റമെൻഡിയെ ഉൾപ്പെടുത്തിയപ്പോൾ വൈ ദിസ് മാൻ എന്ന് പല ആരാധകരും ചോദിച്ചിരുന്നു. അല്ലെങ്കിൽ പൊതുവെ ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരഭിപ്രായം ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടിയാണ് ഒറ്റമെൻഡി ആ ഫൈനൽ മാച്ചിൽ നൽകുന്നത്. നിങ്ങൾക്ക് എന്നെ തീർത്ത ശേഷമേ എൻ്റെ ടീമിൻ്റെ ഗോൾ പോസ്റ്റ് കടക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ഫൈനൽ മാച്ചിൽ മൊത്തം ഒറ്റമെൻഡി കാഴ്ചവെക്കുന്നത്. ഒറ്റമെൻഡി നെയ്മറെ ഫൗൾ ചെയ്യുന്നതോടെ മഞ്ഞ കാർഡ് വാങ്ങുന്നു. പിന്നാലെ മത്സരം ഒന്ന് അഗ്രസീവ് ആവുകയാണ്. ഒറ്റമെൻഡിയെ പിന്നിൽ നിന്ന് വന്നുകൊണ്ട് മാർക്കിഞ്ഞോസ് പുഷ് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ മാർക്കിഞ്ഞോസിനും റഫറി മഞ്ഞക്കാർഡ് വിധിക്കുന്നു. ആൻഡ് ദ മാച്ച് ഈസ് ഗോയിങ് ടു ഇറ്റ്സ് ഫൈനൽ 10 minutes. സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഗാബി ഗോളിൻ്റെയും വിനീഷ്യസ് ജൂനിയറിൻ്റെയും കോമ്പിനേഷനിൽ പിറന്ന ഒരു ഓപ്പൺ ചാൻസ് ആയിരുന്നു. പക്ഷേ ദിസ് മാൻ ജർമ്മൻ ബസല്ല അവിടെ അർജന്റീനയെ രക്ഷിക്കുകയാണ്. ഒരുപക്ഷെ അവിടെ ഷോട്ടിന് അവസരം നൽകിയിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ റിസൾട്ട് തന്നെ മറ്റൊന്നായി മാറുമായിരുന്നു. നെയ്മറിൽ നിന്ന് ഒരു കോർണർ വരുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ആൻഡ് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ലെഫ്റ്റ് വിങ്ങിൽ നിന്നും നെയ്മറിൻ്റെ ഒരു ഫ്രീ കിക്ക്, ആ ഫ്രീ കിക്ക് തട്ടിത്തെറിച്ച് നേരെ ഗാബിയിലേക്ക് എത്തുന്നു. ആൻഡ് പവർഫുൾ ഷോട്ട് ഫ്രം ഗാബി ഗോൾ. പക്ഷേ അതിനേക്കാൾ മനോഹരമായ ഒരു സേവിലൂടെ എമിലിയാനോ മാർട്ടിനസ് ആ കിക്കിനെ രക്ഷപ്പെടുത്തുകയാണ്. 27-ാം വയസ്സിൽ മാത്രം രാജ്യാന്തര ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച താരം. ആൻഡ് ഹീസ് ഷോയിങ് വാട്ട് ഹീസ് കേപ്പബിൾ ഓഫ് ഇൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ച് ഇൻ ദെയർ റീസെൻറ്റ് ഹിസ്റ്ററി. ബ്രസീലിൻ്റെ മുന്നേറ്റത്തിൻ്റെ റൈറ്റ് വിങ്ങിൽ നിന്നും ഒരു ക്രോസ് ബോക്സിലേക്ക് എത്തുന്നു. പക്ഷേ അത് വിദഗ്ധമായി ക്ലിയർ ചെയ്യപ്പെടുന്നു. ആൻഡ് റീബൗണ്ട് എടുത്ത് ബ്രസീൽ കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഇടപെടലിലൂടെ അർജന്റീനിയൻ മിഡ്ഫീൽഡ് അവിടെ പന്ത് പിടിച്ചെടുക്കുകയാണ്. പന്ത് ക്യാരി ചെയ്തുകൊണ്ട് ലിയണൽ മെസ്സി ഓപ്പണന്റ് ഹാഫിലേക്ക് കടക്കുകയാണ്. അവിടെ അദ്ദേഹം സുന്ദരമായൊരു പാസ് ഡീപോളിലേക്ക് എത്തിക്കുന്നു. ഡീപോൾ ആ പന്ത് ക്യാരി ചെയ്ത് കൃത്യമായി വെയിറ്റ് ചെയ്തുകൊണ്ട് ആൻഡ് ഹീസ് പിക്കിംഗ് ദ റൈറ്റ് ഓപ്ഷൻ, എ ത്രൂ ബോൾ ഫോർ ലിയണൽ മെസ്സി. മെസ്സി ഗോൾ അടിച്ചു എന്ന് തോന്നിച്ച ഒരു നിമിഷമായിരുന്നു അത്. പക്ഷേ അവസാനത്തെ ചുവട് അവിടെ ലിയണൽ മെസ്സിക്ക് പിഴക്കുകയാണ്. നെയ്മർ ജൂനിയർ വീണ്ടും പന്തുമായി വരികയാണ്. നെയ്മറിൽ നിന്നും പന്ത് നേരെ എമേഴ്സണിലേക്ക്. അവിടെ എമേഴ്സണെ 4-ാം നമ്പർ താരമായ മോണ്ടിയൽ, അർജന്റീനയുടെ ഡിഫൻഡറായ മോണ്ടിയൽ അവിടെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയാണ്. അതിന് മോണ്ടിയലും അവിടെ യെല്ലോ കാർഡ് വാങ്ങുന്നു. മത്സരം നോർമൽ ടൈമും പിന്നിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് എത്തിക്കഴിഞ്ഞു. റോഡ്രിഗോ ഡീപോളിന് ഗോൾ നേടാൻ ഒരു സുവർണ അവസരം കിട്ടുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് കൃത്യമായി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് പന്ത് പിടിച്ചെടുത്ത് നെയ്മർ മുന്നോട്ട് പോകുന്നു. ആ 93-ാം മിനിറ്റിൽ നെയ്മറെ പിടിക്കാൻ എത്രത്തോളം അർജന്റീനൻ ഡിഫൻസ് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. പല താരങ്ങളും നിറമങ്ങിപ്പോയപ്പോഴും നെയ്മർ കാണിച്ച ആ പോരാട്ട വീര്യം ഒന്ന് വേറെ തന്നെയായിരുന്നു. അങ്ങനെ 95 മിനിറ്റ് പിന്നിടുന്നതോടെ ആ മത്സരത്തിന് ഫൈനൽ വിസിൽ മുഴങ്ങുകയാണ്. ഈ ഒരു നിമിഷത്തിനെ എങ്ങനെ വർണ്ണിക്കണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഭൂമിയിലെ ഏതൊരു വാക്കെടുത്താലും അത് ഈ ഒരു നിമിഷത്തെ വർണ്ണിക്കാൻ മതിയാവില്ല. കാരണം അർജന്റീന ആരാധകർക്ക് ഈ ഒരു മൊമെൻ്റ് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. കാരണം അവരുടെ 30 വർഷത്തെ കാത്തിരിപ്പിനാണ് ആ ഒരു വിസിലോടെ വിരാമമാവുന്നത്. ഫൈനൽ വിസിൽ മുഴങ്ങുന്നതോടെ താരങ്ങളെല്ലാം മെസ്സിയുടെ അടുത്തേക്ക് ഓടിയെത്തി അദ്ദേഹത്തെ വാരിപ്പുണരുകയാണ്. കാരണം മെസ്സിയുടെ കാത്തിരിപ്പും കൂടി അവിടെ അവസാനിക്കുന്നത്. ലോക ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ താരമായ ലിയണൽ മെസ്സിക്ക് ദേശീയ ടീമിനൊപ്പം ഒരു കിരീടം കൂടിയില്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു വിമർശകർ പ്രധാനമായും പറഞ്ഞിരുന്നത്. അവരുടെ മുന്നിൽ വെച്ചാണ് മെസ്സി കോപ്പ അമേരിക്കയുടെ കിരീടം ചൂടുന്നത്. അന്ന് പൊരുതി തോറ്റുപോയ നെയ്മറിനെ മെസ്സി വാരിപ്പുണരുന്നതായ കാഴ്ച ഏതൊരു ഫുട്ബോൾ ആരാധകൻ്റെയും മനസ്സ് നിറച്ചതായിരുന്നു. നമ്മൾ ഒരിക്കലും ഈ ഒരു കിരീടത്തിൻ്റെ നിമിഷത്തിൽ സ്കലോണി എന്ന വാക്ക് പറയാൻ വിട്ടുപോകരുത്. കാരണം തകർന്നു പോയ ടീമിനെ തിരിച്ചു കൊണ്ടുവന്ന മനുഷ്യനാണ് അയാൾ.
അങ്ങനെ ലോക ഫുട്ബോളിൻ്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അന്ന് മാരക്കാനയുടെ മണ്ണിൽ വെച്ച് വിരാമമാവുകയാണ്. ലിയണൽ മെസ്സിയും അർജന്റീനയും അന്ന് അവിടെ കിരീടമുയർത്തുകയാണ്. അന്ന് കിരീടമുയർത്തുന്ന സമയത്ത് അർജന്റീനയുടെ ക്യാപ്റ്റൻ ആംബാൻഡ് ധരിച്ചിരുന്നത് ലിയണൽ ആൻഡ്രസ് മെസ്സി ആയിരുന്നു. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരം മെസ്സി ആയിരുന്നു. ടൂർണമെന്റിലെ ഏറ്റവും വലിയ ഗോൾ സ്കോററും ലിയണൽ മെസ്സി ആയിരുന്നു. ഇതിൽ പരം മറ്റെങ്ങനെയാണ് ഒരു താരത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും അവരുടെ വിമർശകർക്ക് മറുപടി നൽകാൻ കഴിയുക?